പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ ഏറെ പ്രതീക്ഷയോടെയാണ് അണിയറ പ്രവർത്തകരും തിയേറ്ററിൽ എത്തിയത്. രജിത് ചേരുന്നു. അതിനു മുൻപ് ബെന്യാമിന്റെയും നജീബിന്റെയും വാക്കുകളിലേക്ക്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിൽ പോയിട്ട് അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇനി വളരെ സന്തോഷമുണ്ട്, കാരണം നമ്മളിപ്പോൾ ഇത് കാണാൻ പോവല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ട് പറയാം. Good to be here with the main man, and to be able to show the movie finally. So so we'll see what you guys think about it. So I think it's been a long time coming. 16 years for some people, 16 years for you. Yeah, and regardless on the difficulties we've had, I think we've delivered a beautiful project, and I really believe that the audience will be surprised by that masterpiece that Blessy created, and also the വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, മലയാളികളുടെ പ്രിയപ്പെട്ട നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം ഇന്ന് തിരശ്ശീലയിൽ എത്തുന്നു. ആദ്യമേ തന്നെ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ജീവിതം എത്രത്തോളമാണ് പ്രേക്ഷകരുടെ ഒരു എക്സൈറ്റ്മെന്റ്? സ്വപ്ന, അത്ര തന്നെ എക്സൈറ്റ്മെൻറ്റിലാണ് പ്രേക്ഷകരൊക്കെയും ഉള്ളത്. ഇപ്പോൾ ചിത്രത്തിൻ്റെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ വനിതാ തിയേറ്ററിലാണ്. ഇവിടെ 2 സ്ക്രീനുകളിലായി ഇതിൻ്റെ ഫുൾ പ്രദർശനം നടക്കുകയാണ്. ഹൗസ്ഫുള്ളാണ് പോകുന്നത് എന്നാണ് തിയേറ്റർ ഉടമസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാവുന്ന പോലെ തന്നെ 2008 പുറത്തിറങ്ങിയ ബെന്യാമിൻ്റെ ആടുജീവിതവുമായി ബന്ധപ്പെട്ട് ആ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ബ്ലെസ്സിയുടെ സിനിമ പുറത്തു വന്നിരിക്കുന്നത്. 2008 മുതൽ തന്നെ ഇതിൻ്റെ സിനിമയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ വർഷം മാത്രമാണ് ഇത് പൂർത്തീകരിച്ചത്. ജൂലൈയിൽ മാത്രമാണ് ഇതിൻ്റെ പൂർത്തീകരണം വന്നത്. അതിനുശേഷം ഇപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ്, ഇപ്പോൾ അതിൻ്റെ ഔട്ടിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അണിയറ പ്രവർത്തകരും ഒപ്പം തന്നെ ഈ ജീവിതം സൗദി അറേബ്യയിലെ മണൽ തരിയിൽ ജീവിച്ച ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയെക്കുറിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത്. ബെന്യാമിൻ ചിത്രത്തിലേക്ക് വരുമ്പോൾ, തൻ്റെ കഥ ചിത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന ഒരു ഏക പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇനി കണ്ടതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് അത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ഒപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ പൃഥ്വിരാജിൻ്റെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കൂടിയാണ്. ഇനി ആളുകളുടെ ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. 1 മണിയോടുകൂടി തന്നെ ആളുകളുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഹൗസ്ഫുള്ളായി തന്നെ ഇതിൻ്റെ ചിത്രീകരണം പോകുന്നു. പാൻ ഇന്ത്യനായാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗൾഫ് നാടുകളിൽ, ദുബൈയിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ചിത്രത്തിൻ്റെ പ്രദർശനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ ആദ്യത്തെ ഒരു ഷോ കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കൂടിയാണ്. പൃഥ്വിരാജിനും ഒപ്പം തന്നെ ഇതിൻ്റെ ടീം, ബ്ലെസ്സി ഉൾപ്പെടെയുള്ള ടീം, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ടീം തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ റഹ്മാൻ ഉൾപ്പെടെയുള്ളവരുടെ സംഗീതത്തിൽ, ഒപ്പം അത്തരത്തിൽ ഏറെ പ്രത്യേകതയുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ചിത്രത്തെക്കുറിച്ച് ഒരുപക്ഷേ ചിത്രത്തിൻ്റെ ഷോയ്ക്ക് ശേഷം ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു വിജയം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.